അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് നമ്മുടെ കൊച്ചിക്കാണേ. അങ്ങനെ നമ്മൾ സ്പീഡ് വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കണേ. അങ്ങനെ എടുത്തെടുത്ത് നമ്മളിതാ നല്ല വളവും തിരിവും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആകെ ഒരു നല്ല സാരി എന്താ വെച്ചെങ്കിൽ നല്ല റോഡാണ്. പക്ഷെ ഇത്ര ഈ കിടക്കാം. അയ്യോ കുഴപ്പമില്ല നമുക്ക് കുറച്ച് ചെരിച്ച് മുളച്ചൊക്കെ എടുക്കാം കേട്ടോ. നമ്മളാണോ റോട്ടിലാണ് രാജാവ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അമ്മേ ചില സമയത്ത് ഞാൻ ആൾക്കാരെ എൻ്റർടൈൻ ആക്കാൻ വേണ്ടിയിട്ട് അമ്മേ അച്ഛാ അയ്യോ എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ നല്ല നല്ല രസമുള്ള കാര്യമാണല്ലേ. അയ്യോ അയ്യോ പോണു അത് നമുക്ക് റോങ് സൈഡ് അങ്ങനെയൊന്നും വരും. നമുക്ക് തോന്നുന്ന വഴി നമ്മൾ അടിക്കട്ടോ. ചിലപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ പറന്നു പോയിന്നുണ്ടാവും, നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട. അങ്ങനെ നമ്മൾ വണ്ടി നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ഇങ്ങോട്ടാണോ ഒരു നേരെ അങ്ങനെ അങ്ങോട്ട് പോയി അയ്യോ ഇത് ബാലൻസ് പോകണ്ടെന്നൊരു സംശയം കിട്ടുന്നു. ഇല്ല കണ്ണാണോ ഇനി വണ്ടിയാണോ എന്താണെന്നറിയില്ല. എന്തോ സ്പീഡിൽ നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയ്യോ ബൈക്ക് എൻ്റെ പൊന്നേച്ചി ഒന്ന് മാറി വെക്കൂടെ. അപ്പോൾ നമ്മൾ അങ്ങനെ അയ്യോ ഇതിനെന്താ ബാക്കിലും കണ്ടുണ്ടോ വണ്ടി തിരിച്ചിട്ടാണോ ഓടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇത് ബസ് ഇതിൻ്റെ ഇടയിൽ മാറിയെന്നൊരു സംശയമുണ്ട്. പക്ഷെ അതല്ല കേട്ടോ, നമ്മുടെ പരസ്യമാണ്. ആൾക്കാർ വിചാരിക്കും ഞാൻ ബസ്സുമാരെ ഓടിച്ചൊന്നും അല്ല, ഇത് വെറും പരസ്യമാണ്. ഇത് നമ്മളിപ്പോൾ ഇടയ്ക്കിപ്പോൾ അങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ പരസ്യമാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ നമുക്ക് ബാക്ക് ടു നമ്മുടെ ഗെയിം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൊന്ന് ബാക്കുമായി പോയിട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എവിടെയായിരുന്നു ഇതിനകത്ത് ആ വണ്ടിയുടെ ബാക്കിൽ തന്നെ നമ്മൾ മൂട്ടിൽ എങ്ങനെ ഓടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ പാലക്കാട് എത്താറായി. ഇപ്പോൾ നമ്മൾ പതുക്കെ അയ്യോ എന്നാലും ഞാൻ പറഞ്ഞ പോലെ എന്തോ അലൈൻമെൻറ്റിന് കുഴപ്പമുണ്ടാകുന്നുണ്ട് വണ്ടി കിട്ടോ. അങ്ങോട്ടോടെ ചെരിയുന്നുണ്ട്. അതോ എനിക്കാണോ അലൈൻമെൻറ്റ് തെറ്റിയെന്ന് എനിക്കറിയില്ല. നമ്മൾ നന്നായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫ്രണ്ടിലത് ഓട്ടോ ആണോ കാണുന്നത് ബൈക്കാണോ എന്തെടുത്ത് ഇങ്ങനെ ഒന്ന് മാറി നല്ലതായിട്ടല്ല അങ്ങനെ അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്നതാ. അപ്പോൾ അത് നമ്മൾ ആ ഓട്ടോ കൊണ്ട് മാറിക്ക് ഓട്ടോ ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തുറപ്പിച്ചിട്ട് പിന്നെ ഇൻഷുറൻസ് ഇല്ല അതില്ല പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കൊച്ചിക്കെത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൊന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വണ്ടിയായിട്ട് വീണ് പോയെന്നൊന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങിയത് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ലേ, നമുക്ക് ബാക്കും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല കയറാം. അങ്ങനെ നമ്മൾ പോയെടുക്കണ്ടോ. അപ്പോൾ ഫ്രണ്ടിലൊരു എന്തൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്കത് നോക്കണ്ട. നമ്മൾ നല്ല സ്പീഡിൽ പോവാണ്. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി നല്ല മൂർച്ചയിലൊക്കെ നമുക്ക് രാത്രിയാകുമ്പോഴേക്ക് കൊച്ചിയിലെത്താനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പീഡിൽ പോണത്. പിന്നെ സൈഡിൽ കുട്ടിക്കാർ ഇതൊക്കെ കാണും. നമ്മൾ തട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ ഇൻഷുറൻസിന് വേണമെങ്കിൽ കൂടി കൊണ്ടുകൊടുക്കാം. നമുക്ക് പിന്നെ ഇൻഷുറൻസും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് വണ്ടി ഇടിച്ച് പറിച്ചിടാം. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തോണ്ട് പോയി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ നല്ല മണ്ടൻ ബസ് പോകുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്കൊരു ബസ് ഇട്ട് ഓടിക്കാം. ഓക്കെ, ആ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പം വേണമെങ്കിൽ മാറിക്ക കാറേ, അല്ലെങ്കിൽ ഇടിച്ച് പറിച്ച് അപ്പുറത്തേക്ക് ഇടിഞ്ഞാൽ മാറിക്ക. എനിക്ക് കൊച്ചിക്ക് എത്താനുള്ളതാണ്. അപ്പോൾ ഇതേ പോകുന്നു നമ്മൾ വേറൊരു ബസ്. കണ്ട ബസ്സൊക്കെ ഈ റൂട്ടിലിറങ്ങി ഞങ്ങൾക്ക് പിന്നെ ഓടിക്കണ്ടേ. അങ്ങനെ ഈ വണ്ടി പിന്നെയും വരുന്നത് അങ്ങോട്ട് ഓടിച്ചൊക്കെ ഞാൻ ഇപ്പോൾ ഡിവൈഡറിനെ മേലെ കൂടെ ഓടിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ശരാ എന്തൊരു കഷ്ടം നോക്കണേ. അങ്ങനെ ഞാൻ സ്പീഡിൽ ഓടിക്കാന്ന് വെച്ചാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ എപ്പോൾ ഭക്ഷണം കഴിക്കും? ഇത് കൊച്ചിക്ക് എത്തും വേണം. ഇപ്പം തന്നെ ആയി ഏകദേശം ഒരു 2 മണിക്കൂർ. ഇനി എപ്പോൾ അവിടെ എത്താറാ? ഇപ്പോൾ സമയം നോക്കിയാൽ 6 മണിക്ക് കേട്ടതാ. 1 മണിക്കൂറായിട്ട് എവിടെ എത്താത്ത ഗതി. നമുക്കൊന്ന് ഇവിടെ ഒന്ന് നിർത്താം. കുറച്ച് ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് നമുക്ക് പതുക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ബാക്ക് കൂടെ ഒരു വണ്ടി വന്ന് ഒരു മുട്ടണത്. നമുക്ക് സ്ഥലം മുട്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് തിരിക്കാം. വഴി തെറ്റിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇതെന്താ ഇപ്പം ഇങ്ങനെ നിൽക്കണം? ഇവനെ ഏതവനെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് കൂടെ അവന്. എൻ്റെ വണ്ടി അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ തലമട തിളച്ച് പൊളിക്കുക. അപ്പോൾ ഇതെന്താ ഇതെന്താ റോഡാണോ അതോ ഉണക്കാട്ടിരിക്കുകയാണോ? അങ്ങനത്തെ ആൾക്കാരാണ് റോട്ടിൽ. പക്ഷെ എന്തൊക്കെ കാണണം മനുഷ്യന്മാർ. ഇതെന്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കണവർ കാര്യം. നമുക്ക് ബാക്ക് എടുക്കാം. നമുക്ക് അപ്പുറത്തെ ഒരു വഴി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അപ്പുറത്തെ വഴി കൂടെ നമുക്ക് പോവാണ്. നേരെ പോവാം.
നേരെ പറഞ്ഞിട്ട് ഒറ്റ വിടൽ. വേഗം വിട്ടാൽ നമുക്ക് വേഗം എത്താം അവിടെ. അങ്ങനെ നമ്മൾ വേഗം വിടണേ. അപ്പോൾ വേഗം വിട്ട് പോകണം. ഇനി ഞാൻ വിട്ട് പറയുമ്പോൾ ഞാൻ ബാക്കിൽ കൂടെ ഒന്നും വിടണമല്ല, വണ്ടി വിടുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ചിലർ ഞാൻ വിട്ടെന്ന് പറയുമ്പോൾ എന്ത് വിട്ടു എന്നാണ് ദേഷ്യം. അപ്പോൾ നമ്മൾ ഒരു മിനിമം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് കൊച്ചിക്ക് എത്തണ്ടാണ്. മിനിമം സ്പീഡിൽ പോയാലെന്ന് അറിയാൻ പറ്റില്ലെന്ന് നമുക്കറിയാവുന്നതാണ്. 108 107 ഞാൻ പോകുന്നത്. ഇപ്പോൾ സർവീസ് റോഡിലേക്ക് ആവുന്നു കേട്ടോ. കാരണം കണ്ടമാന വണ്ടിയില്ലേ. എന്തിനെ പറ്റിയൊക്കെ ലൈസൻസ് തെറ്റിയെന്നുണ്ടാവും. ചിലറ്റങ്ങൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന് ഡാൻസ് കളി പോലെ ഒന്ന് ഹോൺ അടിച്ചാൽ മാറും കൂടിയില്ല പറഞ്ഞിട്ടാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടി നന്നായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നിട്ടാണ്. എന്നിട്ട് മാറിക്കൂടെ തള്ളേ വണ്ടി ഇപ്പോൾ ഓടിക്കാൻ കൊടുത്ത ഉപ്പച്ചങ്ങനൊക്കെ ഭർത്താക്കന്മാരെ ആദ്യം തട്ടാണ്. പക്ഷേ ഇത് ഈശ്വര അതേ പോണു പേരപ്പുറത്തേക്ക് വണ്ടി. എങ്ങോട്ടൊക്കെ എനിക്കാരാ ഡ്രൈവിംഗ് ലൈസൻസ് തന്നാണോ ഈശ്വര. ഇങ്ങനെയൊക്കെയാണ്. ഒരു സ്ഥലം വേണ്ട മനുഷ്യന് ഓടിക്കാൻ. റോഡാണെങ്കിൽ 4 വരി പാലാന്ന് പറയും. അത് തിരിക്കാനും വളയ്ക്കാനും സ്ഥലമില്ലാത്ത റോഡും ആ ഡിവൈഡറിൻ്റെ മേലെ കൂടെയാണ് ഞാൻ പോയത്. അങ്ങനെ നമുക്ക് പിന്നെ 73 തന്നെ പിന്നെ സ്പീഡിൽ നമുക്ക് പതുക്കെ നമ്മൾ ഓടിച്ചിട്ടാ. അപ്പം നല്ലൊരു വ്യൂ ഉണ്ടേ. ഇതിലൊക്കെ ഒരു കാറൊക്കെ തരുവാണോ. സത്യത്തിന് ഞാൻ നിങ്ങളോട് കാര്യം കേട്ടോ. ഞങ്ങൾക്ക് ലോറി കണ്ണി കണ്ട ആൾക്കാരെ ലോറി ഓടിക്കുകയാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് ലോറി ഇല്ല. അടുത്ത പ്രാവശ്യം എനിക്ക് സ്വന്തമായിട്ട് ലോറി വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. ഈ ബൈക്കിൽ ഒരു ബൈക്കിക്ക് തരുവാണോ അവിടെ കൊണ്ടത്ത് എത്തിച്ചാലേ കുഴപ്പമില്ല. ഒരു ആംബുലൻസ് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ മിന്നൊന്നും കാണാൻ ചിലതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഫ്രണ്ടിൽ കയറാം. അല്ലെങ്കിലും ഈ ആംബുലൻസ് വിശ്വസിക്കാൻ പറ്റില്ലേ. പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ബി സൗണ്ട് കൊടുക്കുന്നു ഞാൻ. അതിലാളൊന്നും ഉണ്ടാവില്ലേ. പറ്റേ എനിക്ക് നേരത്തെ എത്തണേ. അതിനാണ് ഈ ലോറിക്കാർക്കും കൂടി അതുപോലത്തെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വേഗത്തായിരുന്നു നാണെ കണ്ട ചക്കന്മാർക്ക്. ഈ കാറൊക്കെ വലിയ കാറാക്കി. എന്നിട്ട് ഈ കുട്ടിക്കാറൊക്കെ പൊളുണ്ട്. ഈ സൈഡ് കൂടുന്നുണ്ട്, സൈഡ് വളച്ചോട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലൊക്കെ പറയാം. എന്നാലും എന്തോ ഒരു കേടുള്ള പോലെ. വണ്ടി ചെരിയുണ്ടോ? അത് എനിക്ക് തോന്നുന്നു. ഗൈസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വണ്ടി ചെരിയുന്നുണ്ടെന്ന്? എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. റോഡിന് കുണ്ടുകുഴിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് വണ്ടി ഇടയ്ക്ക് സ്റ്റോപ്പാകാൻ വേണ്ടിട്ടോ. ഈ വണ്ടി തന്നല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ വണ്ടി എടുക്കട്ടോ. അമ്മേ അച്ഛാ. അടുത്ത പ്രാവശ്യം നമുക്ക് ഫോർച്യൂണർ ബസ് അങ്ങനത്തെ ട്രൈ ചെയ്യാം. നമുക്ക് സ്റ്റോപ്പിൽ ഇറക്കുന്ന ഇത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി ഇവിടുന്ന് നമ്മളോട് നേരത്തെ എത്താമെന്നാണ്. നമ്മൾ എങ്ങനെ പോയാലും ആ സമയം ആകുമ്പോഴെത്തോളം എന്നൊക്കെ തോന്നുന്നത്. ഭഗവാനെ പ്രശ്നം ആകുമല്ലോ. അങ്ങനെ വണ്ടി നമ്മൾ ഓടിച്ചിട്ടാ ഓടിച്ചു. ഈ പാലം വന്നോണ്ട് ഇപ്പോൾ ഈസി ആയെന്നാണ് ആൾക്കാരെ വിചാരം. എന്ത് ഈസി. ഇപ്പോൾ ഒന്നും കൂടി സ്പീഡായി. ഇപ്പം നെഞ്ഞത്തേക്കൊക്കെയാണ് ഓരോ വണ്ടി കയറിയില്ല. മറ്റേത് നല്ലപോലെ ഓടിച്ച് പോയായിരുന്നു ആൾക്കാർ. ഇപ്പോൾ അവിടെ നിന്ന് വിട്ടാൽ നെഞ്ഞത്തേക്ക് കയറിയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വണ്ടി ഓടിക്കുന്നത്. ഇപ്പം അതുകൊണ്ടൊന്നും മനുഷ്യന്മാർക്ക് എന്നൊരു കാര്യമൊന്നുമില്ല. നമ്മൾ 108 ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഇട്ടിച്ചിട്ടുണ്ട് ചങ്കി ഉറങ്ങിട്ട് നമ്മുടെ തൂമച്ചാലയിലെ ബൈക്കൊക്കെ ഇട്ട് കിട്ടിയിട്ട് ഓട്ടിക്കണം. ഈ കായ് ലോറിയെ കാരണേ പിടിച്ച് തള്ളിയാണ് കൊണ്ടുപോകാൻ. അതിൻ്റെ ഒടുക്കത്തെ വെയിറ്റും. ഞാനും അങ്ങോട്ട് ചെയ്യാൻ പോയ ഇത് വണ്ടികളൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യും. പിന്നെ ഞാനും ചാവും വണ്ടികൾ ചാവും ചെയ്യും. അങ്ങനത്തെ സ്ഥിതിയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ രംഗണ്ണൻ്റെ ഒരു വണ്ടി ഫ്രണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ രംഗണ്ണൻ്റെ ഈ വണ്ടി കാരണം മനുഷ്യന്മാർക്ക് ഫേമസായി. ലോറിക്ക് എന്താ ഫേമസ് ആവാത്തതാണ്. എന്നിട്ട് വേണമെങ്കിൽ ഒരു ലോറി എടുക്കാൻ സ്വന്തമായിട്ട്. അങ്ങനെ സമ്മതിക്കില്ലല്ലോ ലോറി എടുക്കാൻ. എന്തായാലും നടക്കട്ടെ. നമുക്ക് നല്ലൊരു ലോറി. അതെ രംഗണ്ണൻ്റെ വണ്ടി. ഈ കുട്ടിക്കാർ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ കുട്ടിക്കാർക്ക് ഇഷ്ടമല്ല. അതെ പോണു കണ്ട സാധനം എലിക്കുട്ടീനെ പോലെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറി കണ്ട. ഇടയ്ക്കിടയ്ക്ക് ആവുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. പെട്ടെന്ന് കയറി വരിക. അതാണ് അത് വേറെ. പിന്നെ കാര്യം ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം.
എന്താ കുറ്റങ്ങളൊക്കെ വിചാരം? പാവം ഞാൻ ഒരു സൈഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകും. എന്നെ കൊല്ലാനായിട്ട് സൈഡിൽ കൂടെ വരുന്ന ഓരോ ചെക്കന്മാരും. ഭഗവാനേ. അപ്പം നമുക്കിങ്ങനെ ഓടിച്ചോണ്ട് പോവാം. ഇവിടെ നിന്ന് സ്ലോ ചെയ്യണം കേട്ടോ. വല്ലതും മറ്റേ ഫ്ലൈറ്റിൽ പറക്കണ പോലെ പറന്നു പോയാലോ. കാരണം നമ്മൾ നല്ല സ്ലോയിൽ തന്നെ പോകണം. അപ്പോൾ നമ്മൾ പോയി ഇങ്ങനെ അവിടെ എത്താറാവണം കേട്ടോ. ഒരു ½ ഉള്ളിൽ. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മണിക്ക് 6 നമ്മൾ സൈഡിൽ എഴുതി വെച്ചിരുന്ന സമയം നമ്മൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം 8:38 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ചിലപ്പോൾ ഹെൽപ്പായാലോ, പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വണ്ടി എന്തായാലും പോട്ടെ. നമുക്ക് നോക്കാം. സൈഡിൽ അതാ അടുത്ത പരസ്യം പരസ്യം. ഇതാ ഞാൻ പറഞ്ഞ ബസ് സിമുലേറ്ററിൻ്റെ ഗെയിം നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്തോട്ടോ. എന്നിട്ട് ഫോണൊക്കെ അടിച്ചു പോട്ടെ. എല്ലാവരും വരിക. ഗെയിം കളിച്ചിട്ടാണ് അടിച്ചു പോകുക വണ്ടി, ഫോൺ. അല്ലാണ്ട് വൈറസ് കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഏകദേശം കൊച്ചെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേതോ പുതിയ കാർട്ടൂണൊക്കെ കാണണ്ടേ, പരസ്യമാവും, എന്തൊക്കെയാവട്ടെ. അങ്ങനെ അതെ നമ്മൾ ഏകദേശം കൊച്ചെത്താറായിട്ടുണ്ട്. അപ്പോൾ ഹബ്ബിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹബ്ബിലേക്ക് തന്നെ കയറുകയാണ്. ഈ ഫ്ലൈ ഓവർ കണ്ടിട്ട് വൈറ്റില ഫ്ലൈ ഓവർ ആണോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ എടുക്കാം നമുക്ക്. അത് തന്നെയാണ് കേട്ടോ, വൈറ്റില ഹബ്ബ് എത്താറായി. ഗ്രാഫിക്സിൽ വൈറ്റില ഹബ്ബ് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും റാഫ്റ്റാണ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഹബ്ബിലേക്കുള്ള വഴിയായി. മാറടി തള്ളച്ച് അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു ബൈക്ക്. പറ്റങ്ങൾക്കൊക്കെ മാറിപ്പോക്കൂടെ. അപ്പോൾ നമുക്ക് പോകേണ്ടത് വൈറ്റില ഹബ്ബിലേക്കല്ല, നേരെ അപ്പുറത്തേക്ക് പാച്ചുവിൻ്റെ സ്കൂളിൻ്റെ അങ്ങോട്ടാണ് പോകേണ്ടത്. സഹോദര റോട്ടിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കടയുടെ മേലെ കൂടെ ഒക്കെ പോകും ചിലപ്പോൾ. അതൊന്നും നമ്മൾ നോക്കാൻ വേണ്ട. കട അവിടെ ഇല്ലയെന്ന് നോക്കിയാൽ മതി. അങ്ങനെ നേരെ അങ്ങോട്ട് വിടുക. വെൽക്കയർ ഹോസ്പിറ്റൽ ആ ഫ്രണ്ടിൽ കൊണ്ടങ്ങോട്ട് നിർത്തന്നെ അങ്ങോട്ട്. ഇങ്ങനത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. ഇപ്പോൾ ഇവർക്ക് തെറ്റിപ്പോയതാണെന്നൊക്കെ അറിയില്ല. ഇത് കണ്ടിട്ട് ഹബ്ബ് പോലെ ഉണ്ട്, പക്ഷേ തിരിച്ചത് അപ്പുറത്തേക്ക്. എന്തായാലും നമ്മൾ വൃത്തിയുണ്ട് കേട്ടോ. അതേ സ്പൈഡർമാൻ പോകണം.